കൂട്ടുകാരെ, ഇന്നൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചോറിനും ചപ്പാത്തിക്കൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ കറി തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം പറയൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം കേട്ടോ. ആദ്യം നമുക്കിതിലേക്ക് വൻപയർ ഒന്ന് വറുത്തെടുക്കണം. നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ നല്ലൊരു രുചിയാണ് കേട്ടോ. വെള്ളയായാലും റെഡ് കളറുള്ളതായാലും മതി. ഞാനിവിടെ ഇതാണ് വെച്ച് ചെയ്യണത്. നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് വരുമ്പോൾ നല്ലൊരു രുചിയാണ് കറി വെക്കാൻ. അത്യാവശ്യം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒന്ന് തണിഞ്ഞിട്ട് കഴുകി നമുക്ക് വെള്ളം വരാനായിട്ട് വെച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു പച്ചമുളക് കീറിയിട്ടതാണ്. മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു തക്കാളി, ചെറിയൊരു തക്കാളിയാണ്. അതൊന്ന് കഴുകിയെടുത്ത് ചെറിയ പീസസാക്കി ഇട്ട് കൊടുത്തു. ഇതൊക്കെ വൻപയറിൻ്റെ അളവിനനുസരിച്ച് വേണം ചെയ്യാൻ കേട്ടോ. ഇനി അല്പം മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവുള്ളതായതുകൊണ്ട് തന്നെ ഒരല്പം മുളക് പൊടി മാത്രമേ ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇനി വേണ്ടത് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ്. വറുത്തതും കൂടിയാണ്. കുറച്ച് സമയം വെച്ച് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കുന്നതിൻ്റെ കുറച്ചും കൂടി മേളിലേക്ക് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് വീർത്ത് വരില്ലേ. പിന്നെ ഒരല്പം ഉപ്പും കൂടി ഈ വൻപയറിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്തു. ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമൊക്കെ കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്കിത് അവരവരെ കുക്കറിൻ്റെ വിസിലിനനുസരിച്ച് അത്രയും എടുത്ത് വേവിച്ചെടുക്കണം. നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 5 വിസിൽ വെച്ചു. എന്നിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഈ സമയം നമുക്ക് ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ വേണ്ട. ഇങ്ങനെ പുളിങ്കറി വയ്ക്കുമ്പോൾ കുറച്ച് കുറുകി തേങ്ങയൊന്നും ചേർക്കാതെ വെക്കാറുണ്ട്. എന്നാൽ അല്പം തേങ്ങ ചേർത്താൽ സൂപ്പർ ടേസ്റ്റാണേ. അതിലേക്ക് നല്ല ജീരകം ഒരു നുള്ള് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ജീരകമാണ്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഈ സമയം കുക്കറിൽ വേവിക്കാനായി വെച്ച വൻപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. 5 വിസിലോളം വെച്ച് വെള്ളമൊക്കെ വറ്റിയെങ്കിലും കുറച്ചും കൂടി അതിലേക്കുണ്ട്. ഈ പരുവത്തിലായിരിക്കണം. ഇനി ഞാൻ കുക്കറിൽ നിന്നൊന്ന് ഒരു ചട്ടിയിലേക്ക് മാറ്റി. നമുക്ക് കറി ചേരുവ തയ്യാറാക്കണത് എങ്ങനെയെന്ന് കാണാം. കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ വലിയ കുക്കറിൽ അത്ര ക്യാമറ കാണില്ല. അപ്പോൾ ഞാനതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ. വേണമെങ്കിൽ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. കൂടുതൽ എല്ലാം കൂടി കുത്തിയൊന്നും ഉടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് വറുത്തിട്ടാലും മതി. കുറച്ച് പുളിയും കൂടി ചേർക്കണം. അതാണ് ഈ കറിയുടെ പേര് തന്നെ വൻപയർ പുളിങ്കറി എന്ന്. കുറച്ചേ ഞാനിതിവിടെ ഉടച്ചിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്തു. ഇതാകണില്ലേ, ഉപ്പൊക്കെ പാകണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് വാളംപുളി കുതിർത്തെടുത്ത് വെച്ച വെള്ളമാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണിത്. വാളംപുളിയാണ്. അതിനുശേഷം ഒന്ന് തിളച്ച് പുളിയുടെ ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്തു. ഒന്ന് തിളച്ച് വരട്ടെ. ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളച്ച പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കടുകും വറ്റൽമുളകും പിന്നെ നന്നായിട്ട് കറിവേപ്പിലയും വെളിച്ചെണ്ണയിലങ്ങ് മൂപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ സൂപ്പർ വൻപയർ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.